கொஞ்சம் முன்னாடி போனீங்களாண்ணா ஒன்று இப்படி போகும், ஒன்று இப்படி போங்க, ரைட் சைடில் போங்க, லெஃப்ட் சைடில் போடாதீங்க. മല്ലചന്ദ്രൻ ഡോൾമെൻസ് ബാംഗ്ലൂരിലെ ഇലക്ട്രോണിക് സിറ്റിയിൽ നിന്നും ഏകദേശം 60 കിലോമീറ്റർ മാറി ഹൊസൂരി കഴിഞ്ഞ് കൃഷ്ണഗിരി എത്തുന്നതിന് മുന്നേ മല്ലചന്ദ്ര എന്നൊരു കൊച്ചു ഗ്രാമത്തിൽ 3000 വർഷങ്ങൾക്ക് മുന്നേയുള്ള കഥകൾ ഉള്ളിലൊതുക്കിയ ഒരു ശ്മശാനം. ഇന്ന് നമ്മൾ പോകുന്നത് ആ രഹസ്യങ്ങളുടെ പിന്നാലെയാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ മനുഷ്യവാസത്തിൻ്റെ അടയാളങ്ങളിലൊന്നായ മല്ലചന്ദ്രൻ ഡോൾമെൻസിലേക്ക്. ബാംഗ്ലൂർ സേലം ഹൈവേയിൽ, ശരിക്കും പറഞ്ഞാൽ ഹൈവേയിൽ നിന്നും വെറും 3 കിലോമീറ്റർ മാത്രം മാറി മല്ലചന്ദ്രൻ വില്ലേജിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ചെറിയ ഗ്രാമങ്ങളും പാറക്കുന്നുകളും കൃഷിസ്ഥലങ്ങളും കടന്നു പോകുമ്പോൾ ഒരു സമയത്ത് റോഡ് നമ്മളെ ചരിത്രത്തിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങും. ഞങ്ങളിവിടെ എത്തുമ്പോഴേക്കും വൈകിട്ട് 5 മണി കഴിഞ്ഞിരുന്നു. ഗൂഗിൾ മാപ്പിലെ സ്ഥലം വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. വണ്ടി പാർക്ക് ചെയ്ത് നേരെ ചെല്ലുമ്പോൾ ഒരു ചെറിയ വഴി കാണാം. ഇനി ഇത് തന്നെയാണോ സ്ഥലമെന്ന് ഞങ്ങൾക്കൊരല്പം സംശയം. അവിടെ ഉണ്ടായിരുന്നൊരു ചേട്ടനോട് ചോദിച്ചപ്പോൾ പുള്ളി നമ്മൾക്ക് പോവേണ്ട വഴി പറഞ്ഞു തന്നു. கல் மாதிரி போட்டு வச்சுருப்பாங்க மேலே இருந்து. ஓ, அந்த ரோடாண்ணா? அந்த வழியா? ஓகே. இது உங்களுக்கு ரோடு கன்ஃபியூஷன் ஆகும். கொஞ்சம் முன்னாடி போனீங்களாண்ணா ஒன்று இப்படி போகும், ஒன்று இப்படி போங்க, ரைட் சைடில் போங்க, லெஃப்ட் சைடில் போடாதீங்க, இது இப்படி உள்ள தோட்டத்துக்கு வந்துடும். இப்படி ரைட்டில் போங்க, ரைட்டில் போனீங்கன்னா ஸ்ட்ரைட்டாக அங்கேயே போயிடுங்க. ഓക്കെ, ശരിண்ணா. ഇതിലേ പോங்க. ശരിண்ணா, താങ്ക്സ്. ഓക്കെ. ഒരു ചെറിയ ഇടവഴി, കാട്ടുവഴി എന്ന് പറയുന്നതായിരിക്കും ഉചിതം. പക്ഷേ സമ്മറായിട്ട് കൂടി കാട് പിടിച്ച് കിടക്കുകയായിരുന്നു. കുറ്റിച്ചെടികളും മരങ്ങളും പിന്നെ ചെറിയ പാറകളും. വൈകുന്നേരമായതുകൊണ്ട് ഒരല്പം ഇരുട്ടുകൂടി കയറുന്നുണ്ടായിരുന്നു. നമ്മൾക്ക് മുന്നേ മണ്ണടിഞ്ഞു പോയ പലതും നടന്ന കാട്ടുവഴിയാണിത്. ഇവിടുത്തെ ഓരോ മണൽത്തരികൾക്കും പറയാൻ 1000 കഥകളുണ്ടായിരിക്കും. വലിയ വലിയ ചേരട്ടകൾ അഥവാ മില്ലിപ്പേറുകൾ പോണ വഴിയിൽ ഒരുപാടുണ്ടായിരുന്നു. ഇനി ആത്മാക്കളുടെ കാവൽക്കാരാണോ എന്ന് വരെ തോന്നുന്ന തരത്തിൽ അത്രയധികം. ഒരു വലിയ ചിതൽപുറ്റ് പോണ വഴിയിലുണ്ട്. അതിനകത്ത് നിന്ന് വരെ ഈ ചേരട്ടകൾ വരുന്നുണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞ ചേട്ടൻ പറഞ്ഞ പോലെ ഞങ്ങൾ വലത്തോട്ട് മാത്രം നടന്നു. പോണ വഴി 1-2 സ്ഥലത്ത് ഈ വഴി 2ആയി പോണ പോലെയൊക്കെ തോന്നും. അവിടെയൊക്കെ വലത്തോട്ട് നടന്നാൽ മതി. ഈ വഴി നേരെ ചെന്ന് ചേരുന്നത് ഒരു പാറയിലേക്കാണ്. കള്ളിമുൾച്ചെടികളും ഒരാൾ പൊക്കത്തിലുള്ള പുല്ലുകളും പാറക്കഷണങ്ങളൊക്കെ കടന്ന് നമ്മൾ ചെല്ലുമ്പോൾ ചെറിയ ചെറിയ കുടിലുകൾ പോലെ തോന്നിക്കുന്ന പാറകൾ കാണാൻ പറ്റും. നാല് വശത്തും ശിലാഫലകങ്ങൾ കൊണ്ട് മറച്ച് മുകളിൽ മറ്റൊരു ശിലാഫലകം വെച്ച് ഒരു വശത്ത് വൃത്താകൃതിയിൽ ഒരു ദ്വാരമുള്ള ചെറിയ കുടിലുകൾ. എന്നാൽ കുടിലുകൾക്കുള്ളിലെല്ലാം താമസിച്ചിരുന്നത് മരണത്തിന് ശേഷമാണ്. ചിലത് ഒറ്റമുറി പോലെ, ചിലത് വൃത്താകൃതിയിൽ, ചിലത് കുടുംബ കല്ലറകൾ പോലെ. ഇതിൻ്റെ പേരാണ് ഡോൾമെൻസ്. ഇതിന് തൊപ്പിക്കല്ല് അഥവാ മുനിയറ എന്നും പറയാറുണ്ട്. ഇത്തരത്തിലുള്ള 100 കണക്കിന് ഡോൾമെൻസാണ് ഈ മലയിലും തൊട്ടടുത്ത മലയിലുമായിട്ട് ഇവിടെയുള്ളത്. സൗത്ത് ഇന്ത്യയിൽ കണ്ടെത്തിയ വലിയൊരു മെഗാലിത്തിക് ശവപ്പറമ്പാണിത്. 1000കണക്കിന് ഡോൾമെൻസ് ഉള്ള കർണാടകയിലെ ഹിരേബെങ്കൽ, പിന്നെ ബ്രഹ്മഗിരിയും മാസ്കിയും, തമിഴ്നാട്ടിലുള്ള അടിച്ചനല്ലൂർ, മഹാരാഷ്ട്രയിലുള്ള ജനപനി, കേരളത്തിലെ മൂന്നാറും മറയൂരും, പിന്നെ കശ്മീരിലെ ബർഹോസിയുമാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മെഗാലിത്തിക് സൈറ്റുകൾ. ഇതെല്ലാം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ്. മല്ലചന്ദ്രത്തിലുള്ള ഡോൾമെൻസിൽ പലതും പൊളിഞ്ഞിട്ടുണ്ട്. ചിലതെല്ലാം കാലപ്പഴക്കങ്ങൾ കൊണ്ട് പൊട്ടിപ്പൊടിഞ്ഞും പോയിട്ടുണ്ട്. ഇവിടെയുള്ള ഓരോ ഡോൾമെനും വ്യത്യസ്തമാണ്. ചില ഡോൾമെനുകൾക്കൊരു എൻട്രൻസ് ഹോളുണ്ട്. ആത്മാവിന് വരാനും പോകാനുമുള്ള വഴിയാണിത് എന്നാണ് വിശ്വാസം. ചിലത് വളരെ പെർഫെക്റ്റായിട്ട് അലൈൻഡാണ്. സൂര്യോദയത്തോടും നക്ഷത്രങ്ങളോടുമുള്ള പല കണക്കുകളും ഇതിലുണ്ട് എന്ന് പറയപ്പെടുന്നു. ഇവിടെ വലിയ 2-3 ഡോൾമെൻസ് ഉണ്ട്. അവയ്ക്ക് വൃത്താകൃതിയാണ്. വട്ടത്തിലൊരു സ്റ്റേജ് പോലെ തറകെട്ടി അതിനു ചുറ്റും വട്ടത്തിലുള്ള കൂറ്റൻ ഫലകങ്ങൾ കുത്തനെ വെച്ച് നടുക്കുള്ള ചതുരമണ്ഡപത്തെ മുഴുവനായി മറച്ചു കെട്ടിയ പോലെ. ഇതിലും വൃത്താകൃതിയിലുള്ള എൻട്രൻസ് ഉണ്ട്.
അല്പസമയം അവിടെ ചെലവഴിച്ച് ഞങ്ങൾ തിരിച്ചിറങ്ങി. ഒരുപാട് ഇരുട്ടാവുന്നുണ്ടായിരുന്നു. ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത്രയും വലിയൊരു ചരിത്ര സമ്പത്ത് ഇവിടെ ഉണ്ടെന്ന കാര്യം ഇന്നും പലർക്കും അറിയില്ല. ഈജിപ്തിലെ പിരമിഡുകൾ ഫേമസ് ആയ പോലെ, യൂറോപ്പിലെ സ്റ്റോണച്ച് ഫേമസ് ആയ പോലെ, സൗത്ത് ഇന്ത്യയുടെ പ്രീ ഹിസ്റ്റോറിക് ഐഡൻറ്റിറ്റിയാണ് ഈ ഡോൾമെൻസ്. ഇവിടെ വന്ന് പോകുമ്പോൾ മനസ്സിൽ 1000 ചോദ്യങ്ങൾ വരും. ഈ കല്ലുകൾ ആരാണ് വെച്ചത്? എങ്ങനെ ഇത്ര കൃത്യമായി ക്രമീകരിച്ചു? എന്തിനാണ് ഒരേ സ്ഥലത്ത് ഇത്രയും ബറിയൽ ചേമ്പേഴ്സ്? അവരാരെയായിരുന്നു ആരാധിച്ചിരുന്നത്? അവരുടെ ഭാഷ എന്തായിരുന്നു? അവർക്ക് മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ വിശ്വാസമുണ്ടായിരുന്നു? ഇന്നും ഈ കല്ലുകൾക്ക് അതിൻ്റെ ഉത്തരമില്ല. അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവാത്ത ഭാഷയിൽ അവർ പറയുന്നുണ്ടായിരിക്കാം. മല്ലചന്ദ്രം ഇത് വെറും ഒരു സ്ഥലം മാത്രമല്ല, ഇത് ചരിത്രം മറന്നുപോയൊരു ചാപ്റ്ററാണ്. നമ്മളിവിടെ നിന്നും മടങ്ങിപ്പോകും, പക്ഷേ ഈ പാറകൾ ഇനി 1000 വർഷം കൂടി ഇവിടെ തന്നെ നിൽക്കും, എന്തൊക്കെയോ കഥകൾ പറയാൻ ബാക്കി വെച്ചുകൊണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. വീണ്ടും സന്ധിക്കും വരയ്ക്കും വണക്കം.